ഒരൊറ്റ ചോദ്യം ഫിനു ഇന്നത്തെ ചോദ്യം മനോരമ ന്യൂസിൽ മലപ്പുറം കപ്പിൾസ് എന്നുള്ള ലേബലിലാണ് പക്ഷെ നമ്മള് മലപ്പുറം കപ്പിൾസ് അല്ല. ഇറങ്ങിപ്പോയിട്ട് ഞാൻ പോവാണ്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതില് വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് കൂടിയിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിളാണ്. സോ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഹായ് ഫിൻഷ. ഹായ്. ഹായ് ഷേഖ. ഹായ്. എവിടെ നിങ്ങൾ? ഇവിടെ തന്നെയാണോ സ്ഥലം? ഞാൻ കോഴിക്കോടാ. കോഴിക്കോട് എവിടെ? കോഴിക്കോട് മാങ്കാവ്. മാങ്കാവ്. ഒരേ നാട്ടുകാരാകുമ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതായിരിക്കാം. ഓക്കെ ഫൈൻ. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷങ്ങള് എന്താണ്, വീഡിയോ ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഒരുപാട് വിശേഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. നല്ല ബിസി ആയതുകൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. സോ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ കൂടെ ആയിരിക്കട്ടെ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പ്രേക്ഷകരും എന്തായാലും നിങ്ങൾക്ക് വിഷ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വിഷ് ചെയ്യും. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷമായി. ഈ 10 വർഷത്തിന്റെ ഇടയിൽ എന്താണ് ഷഹീറിന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് ഇവളെന്നെ ഒരു ഗിഫ്റ്റ് എല്ലാവരും പറയുന്നൊരു കോമൺ. അല്ല, നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതുപോലെ തന്നെ ഈ ഒരു വലിയ നിലയിലൊന്നും എത്തിയില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കുഴപ്പമില്ലാത്തൊരു ഇതിൽ എത്തി നിൽക്കുന്നത് ഇവരാണ്. ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. പറഞ്ഞത് ക്യാമറ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തു കൊടുത്തത്. പക്ഷെ എന്നിരുന്നാലും ഒരു ബ്യൂട്ടി ടിപ്സ് ആയിട്ട് ജസ്റ്റ് തുടങ്ങി. നിങ്ങളെ ചാനലിൽ തുടങ്ങിയ വീഡിയോ ബ്യൂട്ടി ടിപ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പബ്ലിക് റെസ്പോൺസസ് ഒക്കെ എടുത്തു തുടങ്ങി. ഇപ്പോഴാണ് ശരിക്കും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പം എന്താണ് അതിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള തോട്ടാണോ, അല്ലെങ്കിൽ ഈ പബ്ലിക് റെസ്പോൺസ് ഒന്നും ഇനി നമുക്ക് നമ്മളുടെ ചാനലിലേക്ക്? അതായത് നമ്മൾ ഓരോ സമയത്ത് ഓരോ വീഡിയോക്ക് ഓരോ ഇതായിരിക്കും. അതായത് ഇത് മാറുമല്ലോ, നമ്മൾ ഓരോ ട്രെൻഡിങ് മാറുമല്ലോ. അപ്പൊ മുന്നേ നമ്മൾ ബ്യൂട്ടി ടിപ്സ് ചെയ്ത് അതിൽ വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് നമ്മൾ ഫാമിലി വ്ളോഗ് ആയിട്ട് ഫാമിലിനൊക്കെ കാണിച്ച് ചെയ്ത് എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്ത ചോദ്യം ചോദിച്ചു. ഫിനു ഇന്നത്തെ ചോദ്യം. അപ്പൊ ഫിനു ചോദിക്കുന്നു പറയും. ആ ചോദിക്കുന്നു പറഞ്ഞ സാധനം കുറച്ചങ്ങോട്ട് വിചാരിച്ചില്ല. നോർമലി ഞാൻ എന്റെ ഒരു സംസാര ശൈലി അങ്ങനെയാണ്. ചോദിക്കുമ്പോ നമ്മള് ചോദിക്കി എന്നൊന്നും ഞാൻ പറഞ്ഞു. നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാന് നമുക്ക് നല്ല പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ചോദിക്കുന്ന പറഞ്ഞ സംഭവം ആകുമ്പോൾ വളരെ സിമ്പിൾ ആണ്. സിംഗിൾ ഷോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരൊറ്റ ചോദ്യം. ഫിനു ഇന്നത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ചോദിക്കുന്നു പറയും. കുറച്ച് വൈറലായിട്ട് കയറി. പിന്നെ അത് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് പല ആംഗിളിൽ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സൗകര്യമുള്ളൊരു വീടല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ മാത്രം ഒതുങ്ങിയതായിരുന്നു. ഒരു നല്ലൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ മാത്രം വീഡിയോ വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. കാരണം അതിന് വേറെ ഒരു ഒറ്റ ഷോട്ട് മതി, നമ്മൾ മാറി മാറി എടുക്കണ്ട. അപ്പോൾ അത് ഞാനിങ്ങനെ നിൽക്കും, എൻ്റെ പുറകിൽ ഫിനു നിന്നിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ള ചോദ്യം ചോദിക്കും. അപ്പൊ അതിന് ആൻസർ തെറ്റായിട്ടായിരിക്കും പറയാം. അപ്പൊ അങ്ങനെയാണ് കമന്റ് ബോക്സ് നോക്കുന്നത്. കമന്റിലേക്ക് ആളുകൾ ഒരുപാട് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് മേലോട്ട് വന്ന് പിന്നെ നമ്മൾ വീട് താമസം മാറി. ഓക്കെ. ഇപ്പം നിങ്ങൾ അറിയുന്ന പ്രേക്ഷകർക്കൊക്കെ വ്യൂവേഴ്സിനൊക്കെ അറിയാൻ താല്പര്യമുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും കോഴിക്കോടുകാർ തന്നെയാണോ എന്നുള്ളത് തന്നെയാണ്. അത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം അത് എന്തായാലും ചോദിക്കണം. കാരണം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ നമ്മൾ വന്നത് മലപ്പുറം കപ്പിൾസ്, മനോരമ ന്യൂസിൽ മലപ്പുറം കപ്പിൾസ് എന്നുള്ള ലേബലിലാണ് വന്നത്. പക്ഷെ നമ്മള് മലപ്പുറം കപ്പിൾസ് അല്ല. പക്ഷെ ഞാൻ മലപ്പുറമാണ് കേട്ടോ. എൻ്റെ പ്രോപ്പർ എൻ്റെ ജന്മസ്ഥലം മലപ്പുറമാണ്. പക്ഷെ ഞങ്ങള് വർഷങ്ങളായിട്ട് എൻ്റെ 5ാം ക്ലാസ് മുതൽ ഞാൻ കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോടായിട്ട് ഞങ്ങൾ മലപ്പുറം, നമ്മളൊരു ശൈലിയാണ് എല്ലാവരും. നമ്മളൊരു മലപ്പുറം ശൈലിയാകുമ്പോൾ എല്ലാവരും അങ്ങനെ മലപ്പുറം കപ്പിൾസ് എന്നുള്ള ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് പ്രൊമോഷൻ തന്നെ കോഴിക്കോട് കിട്ടുന്നില്ല കംപ്ലീറ്റ്. എല്ലാ അതെ, ഇപ്പൊ ഈ നമ്മൾ ബയോയില് നമ്മൾ കാലിക്കറ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ കോഴിക്കോട് നിന്നൊക്കെ ആളുകൾ വിളിക്കാൻ തുടങ്ങിയത്. കാരണം മലപ്പുറം കപ്പിൾസ് എന്നുള്ള ഒരു ലേബല് വന്നു കഴിഞ്ഞുണ്ട്. അതിൽ ശരിക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. കാരണം മലപ്പുറം അടിപൊളിയാണ്. കോഴിക്കോട് മോശമാണെന്നല്ല, മലപ്പുറം അടിപൊളിയാണ്.
ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ മലബാറി സ്ലാങ് ആണല്ലോ. കൂടുതൽ നോക്കുകയാണെങ്കിൽ ഫിനൂനാണ് കുറച്ചുകൂടെ മലബാർ സ്ലാങ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. വീഡിയോസ് ഒക്കെ നോക്കി ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അത് വ്യൂവേഴ്സിന് എന്തെങ്കിലും തടസ്സമായിട്ടല്ല നമ്മളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ കോണ്ടന്റ് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനത്തെ ഒക്കെ കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? അത് സത്യം പറഞ്ഞ ഞെട്ടിക്കണ ഒരു കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നല്ലോ പക്ഷെ നമ്മളെ സംസാരം മനസ്സിലാവുന്നു. പക്ഷെ ഒരു വട്ടം നമ്മൾ എറണാകുളം പോയ ടൈമിൽ നമ്മളൊരു ഓട്ടോയിൽ കയറി. അപ്പോൾ ഓട്ടോ നോക്കുമ്പോൾ നമ്മളെ ഫോളോവറാണ്. അപ്പോൾ നമ്മൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണ്. വീഡിയോനേക്കാൾ ഇഷ്ടം നിങ്ങളെ വർത്താനാണ്. നിങ്ങളെ വർത്താനം കേൾക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റിലൊക്കെ ഞാൻ ഇവരോട് ഫിനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ നമ്മൾ ഈ ഒരു കുറച്ചും കൂടെ നല്ല രീതിയിൽ. പക്ഷെ നമ്മളായിട്ട് സംസാരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പറയാൻ പഠിച്ചോ? അല്ല ഇവരങ്ങ് അതായത് നമ്മള് സാധാരണ നമ്മളെ ലൈഫില് നമ്മള് പോലീസ് എന്നാണ് പറയാ, പോലീസ് എന്ന് പറയില്ല, ഹോട്ടൽ എന്ന് പറയില്ല, ഹോട്ടൽ എന്നാണ് പറയാ. അങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ ഇവര് ഭയങ്കരമായിട്ട് എന്താ പറയാ പ്രൊണൗൺസിയേഷൻ അത് ഭയങ്കര കറക്റ്റ് ആയിട്ട് പറയും. നമ്മളെ ലൈഫില് നമ്മള് ഇപ്പൊ പുതിയതായിട്ട് കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും നോർമൽ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാല് അതല്ല ഇതിങ്ങനെയാണെന്ന് പറയും. പക്ഷെ നമ്മള് ഇവിടെ ഉള്ള ആളുകള് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അല്ലാതെ അങ്ങനെ ആ ഒരു ശൈലി നമുക്ക് കിട്ടൂല. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് സമയം ഗ്യാപ്പ് എടുത്തായിരുന്നു എന്ന് തോന്നുന്നു വീഡിയോസ്. അപ്പം ഞാനൊരു 2 months മുന്നേ ഉള്ള വീഡിയോ കുറച്ച് സമയം നിങ്ങളൊരു ഗ്യാപ്പ് എടുത്ത ശേഷം. ഗ്യാപ്പ് എടുത്തതല്ല, നമ്മള് വീഡിയോ കാണാത്തോണ്ടാണ്. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. ഞങ്ങളെല്ലാ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര തിരക്കായ കാരണം അത് തിരക്കല്ല, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകണമെങ്കിലൊക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്ത് വെക്കണം, എഡിറ്റ് ചെയ്യണം. അപ്പൊ എല്ലാ ദിവസവും വീഡിയോ ഇടല് കുറച്ചൊരു ബുദ്ധിമുട്ടായി. അപ്പൊ പിന്നെ ഒരു വർഷത്തോളമായിട്ട് 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ആയി. ഡെയിലി വീഡിയോ ഇട്ടിരുന്നു. ഇതൊരു ഭാരമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അതായത് ഇപ്പൊ നമ്മള് വെറുതെ നമുക്കൊരു ഇഷ്ടത്തിന് തുടങ്ങിയൊരു പരിപാടി ആയിരിക്കാം ചിലപ്പോൾ. അപ്പം അങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വ്യൂവേഴ്സ് ഒക്കെ വന്ന സമയത്ത് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടി, ഇനി അടുത്ത ഒരു ടെൻഷന്റെ ഒരു സ്റ്റേജിലേക്കൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടോ? അടുത്ത എന്തായിരിക്കും ഞാൻ കണ്ടന്റ് ഇടേണ്ടത്? ഇപ്പൊ നിൽക്കുന്ന ഒരു ലെവലിൽ തന്നെ അത് എത്ര കാലം നിന്നാലും ഞങ്ങൾ ഓക്കെയാണ്. കാരണം ഞങ്ങൾക്ക് വലിയ ചിന്തകളൊന്നുമില്ല, നമുക്ക് ഓക്കെയാണ്. എന്താ പറയാ, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവണം, അവരുടെ കൂടെ അങ്ങനെ. പിന്നെ ഇപ്പൊ മാഷാ അല്ലാഹ് റാഹത്തായിട്ട് പോകുന്നുണ്ട്, അതന്നെ അൽഹംദുലില്ലാ. ഓക്കെ, ഈ കണ്ടന്റിന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കണ്ടന്റ്? ഇവളാണ് കണ്ടന്റ് കിങ് എന്ന് പറയുന്ന ഇവളാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രൊമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരസ്യം ചെയ്യുന്നത് ഡയറക്റ്റ് പരസ്യം പോലെ ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഫ്രണ്ടിൽ ഇട്ടിട്ട് അതിനോട് ബേസ് ചെയ്തിട്ട് അതിലൂടെയാണ് നമ്മൾ അതിലേക്ക് പോവുക. അപ്പൊ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഫിനു ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ വന്നിട്ടുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി, ആളെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൽ എത്തിച്ചോളും. ഇപ്പൊ തന്നെ ഇനി ഒരു ഞാൻ പറഞ്ഞില്ലേ അടുത്ത ആഴ്ച ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യാനുണ്ട്, ഞാൻ പറഞ്ഞു വെച്ചിരിക്കാം. അപ്പൊ പോകുമ്പോഴേക്ക് എന്തെങ്കിലും എങ്ങനെങ്കിലും എത്തിക്കും. ഫോളോവേഴ്സ് നമ്മളിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് ഈ പരസ്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാല് ഓർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, ഒരു കണ്ടിരിക്കൂല. നമ്മള് കോമഡി ഫണ്ണി ആയിട്ടുള്ള ഒന്നും ഇട്ടില്ലെങ്കിൽ ഒരു വേ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പൊ നമ്മള് നല്ലൊരു കോണ്ടന്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം. അഭിനയിച്ച് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, വലിയ ലെങ്തി ഡയലോഗുകൾ കുറച്ച് പാടാണ്. ഇപ്പൊ കൂടുതലായിട്ടും ഈ കൊളാപ്സ് ആണോ ചെയ്യുന്നത്? അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല, കൊളാബ് വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം നമുക്ക് ചെറുതായിട്ടെങ്കിലും നമുക്ക് ഒരു ഏണിംഗ് എന്ന് പറയുന്നത് ഇതാണല്ലോ, അത് ആളുകളും മനസ്സിലാക്കണം. കാരണം നമ്മളിങ്ങനെ കോമഡി മാത്രം ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടിയാലേ നമുക്ക് വീണ്ടും നാളെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വല്ല കൊളാബൊക്കെ കിട്ടുമ്പോഴാണ് അതിന്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിന്റെ ഫ്രണ്ടില് നമ്മൾ ഒരു കോമഡി ഒക്കെ ചെയ്തിട്ടാണ് പരസ്യത്തിലേക്ക് പോകുന്നത്. ഈ കണ്ടന്റ് ക്രിയേഷൻ അല്ലാതെ അല്ലെങ്കിൽ വ്ളോഗിങ്, ഈ യൂട്യൂബിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അതല്ലാതെ എന്താണ് ശരിക്കും വേറെ എന്തെങ്കിലും വർക്ക്? അങ്ങനെ ഞാനൊരു പബ്ലിക്കേഷൻ നടത്തുന്നുണ്ട്, സ്റ്റുഡൻസ് കെയർ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പാർട്ട്ണറായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ പോവല് കുറച്ച് കുറവാണ്, അവൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകളൊക്കെ വന്നുകൊണ്ടാണ്. പക്ഷെ റണ്ണിങ്ങിലുണ്ട്. അത് വീട്ടിലുള്ള വർക്കല്ലേ, വീട്ടിലുള്ള നല്ല വർക്കാണ്. കാരണം 2 ദിവസം ഇവിടെ വീട്ടിലില്ലായിരുന്നു. വീട്ടിലില്ലാത്ത ദിവസം എനിക്ക് മനസ്സിലായി ഒരു പെണ്ണ് എന്താണെന്നുള്ളത്. കാരണം വീട്ടിൽ നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് കൊണ്ടുവെക്കണം, കഴുകണം, അതൊക്കെ റിസ്ക്കാ. ഇപ്പൊ ഇന്ന് വന്നിട്ട് ഞാൻ അവിടെ വെച്ച സാധനങ്ങളൊക്കെ ഇപ്പൊ ഒന്ന് റെഡിയാക്കിയിട്ടാ വരുന്നത് അല്ലേ. രണ്ടുപേരും കോഴിക്കോട് ആണെന്ന് തന്നെ പറഞ്ഞു. അപ്പം എങ്ങനെയായിരുന്നു വിവാഹത്തിലേക്കൊക്കെ എത്തിയത്? ലവ് മാരേജ് ആണോ അതോ? അത് ഇവള് പറയും ലവ് മാരേജ് ആണോ
ചെറുതായിട്ട് അറേഞ്ച്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് നമ്പർ നേരത്തെ പരിചയമുണ്ട്. പരിചയമുണ്ട്. അല്ല അങ്ങനെയല്ല, ഞാൻ ഈ ഒരു നോമ്പിന്റെ സമയത്ത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മിഠാത്തൂരിൽ SM സ്ട്രീറ്റിൽ പോയ സമയത്ത് ഇവരും ഫാമിലി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് കണ്ടു. അപ്പൊ ഞാൻ വെറുതെ എന്താ ചോദിച്ചത്, അറിയോന്ന് അറിയോന്ന് ചോദിച്ചാ, വെറുതെ നമ്പർ ഇട്ടതാ, അതില് വീണ്. അപ്പൊ അറിയോന്ന് ചോദിച്ചപ്പോ കുറച്ച് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടന്ന്, പിന്നെ ഇവര് പോകുന്ന ഓരോ ഷോപ്പിലും ഞാൻ പുറകിൽ ഇങ്ങനെ വെറുതെ നിന്ന്, എന്നിട്ട് ഇവര് ഡ്രസ്സ് അടിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഫിനു അങ്ങോട്ട് പോയ സമയത്ത് ഞാനും പുറകിൽ പോയി. അപ്പൊ ഞാൻ പോയി ചോദിച്ചു, ഞാൻ ഇങ്ങനെ നിന്ന പാടെ എന്നോട് ചോദിച്ചു നമ്പർ വേണോ ചേട്ടാ, അത് ഞാൻ നമ്പർ കൊടുത്തു. എനിക്ക് ഇങ്ങനെ കല്യാണം നോക്കുന്നുണ്ട്, ഇങ്ങനെ ഞാൻ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഉപ്പന്റെ നമ്പർ തന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. അങ്ങനെ കല്യാണത്തിന്റെ സമയം അയക്കണം, ആരെങ്കിലും ഒരാളെ കെട്ടണ്ടേ. ഇപ്പൊ എന്തായാലും 10 വർഷം ഒരു കുഞ്ഞുണ്ട്. ഇപ്പം മകന്റെ വിശേഷങ്ങൾ കൂടെ. മകന് അടിപൊളിയാണ്, ഭയങ്കര ആക്റ്റീവ് ആണ്. കിലു എന്നാണ് പേര്. കിലു എന്നല്ല ഞങ്ങള് വിളിക്കല്, കിലു എന്നാണ്. പക്ഷെ അവന് വരുന്ന വീഡിയോസ് ഒക്കെ അധികം മില്യൺ ആണ് കേട്ടോ. പോലെ നമ്മള് ഷോർട്സിലൊക്കെ അത്യാവശ്യം നല്ല സ്കൂളിലേക്ക് പോകുന്നോണ്ടൊക്കെ. ഇപ്പൊ തന്നെ ഇവരെ വീട്ടിലാണല്ലോ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോയതാണ്. നിങ്ങളെ പ്രാങ്ക് വീഡിയോസ് പറയുമ്പം എനിക്ക് ആദ്യം കിലുവിനെ പ്രാങ്ക് ചെയ്തതാണ്. ആ സൈക്കിളിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ കാര്യമാണ്. അതൊന്നും ഒരു അത്രക്കും നമ്മള് ഓരോ ശരിക്കും കരഞ്ഞ് പണിയായി. കൊറേ നമ്മള് കട്ട് ചെയ്തതാണ്. ആൾക്കാരെന്തെങ്കിലും പറയില്ല ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. ഈ പ്രാങ്ക് വീഡിയോസിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും അതൊരു എന്താ പറയാ ബ്ലാസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ല. ചില പ്രാങ്ക് ഒക്കെ അത് ആള് കാണുന്നവർക്കും അറിയാലോ, ചിലതൊക്കെ പ്ലാനിങ് ആയിരിക്കും. പക്ഷെ ചിലതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അത്ര വലിയ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറില്ല. പിന്നെ അതൊക്കെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഷോർട്സ് തന്നെ ചെയ്യുന്നത്. ശരി, നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്പം നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പൊ 2 ഫാമിലീസ് എന്നായാലും അതൊക്കെ എങ്ങനെയാണ്? അവരും 2 ഫാമിലിയിൽ അതെ 2 ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ബ്യൂട്ടി ടിപ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഒരു 4ാമത്തെ 5ാമത്തെ വീഡിയോ. പെരുന്നാളിന് നമ്മളെല്ലാവരുടെ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്ക് പോകുന്നു, ഇവരെ വീട്ടിലേക്ക് പോകുന്നു. അതിൽ എൻ്റെ ഉമ്മ ഉണ്ട്, സിസ്റ്റേഴ്സ്, അളിയന്മാരുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഷഹീർ എപ്പോഴാണ് ഫിനുവിന്റെ വീഡിയോയിലേക്ക് ജോയിൻ ചെയ്യുന്നത്? ഫിനു ആണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, ഇത് മെയിൻ ഞാനിത് എന്തായാലും ഉണ്ടാവുന്ന ആദ്യം നമുക്ക് അറിയാം. പക്ഷെ എങ്ങനെങ്കിലും ഒന്ന് എനിക്ക് സ്റ്റാർട്ടപ്പ് ഭയങ്കര ഒരു മടിയായിരുന്നു. പക്ഷെ ഫിനു വളരെ അടിപൊളിയായിട്ട് ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ എന്നിട്ട് അടിപൊളിയായിട്ട് ചെയ്ത്. അപ്പോൾ പിന്നെ എങ്ങനെങ്കിലും നമ്മളൊരു എൻട്രി വേണമല്ലോ അതില്. അങ്ങനെയാണ് ഈ പെരുന്നാൾ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. പിന്നെ അതിന്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഷോർട്സിലേക്ക് വന്നത്. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ വി മേക്ക് വീഡിയോ ടു ലാഫ് ആൻഡ് ഹാപ്പിനെസ് ഫോർ ഹാപ്പിനെസ് ഇതാണ് ടാഗ് ലൈൻ ആണ്. അപ്പം അങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും വന്ന് പറഞ്ഞിട്ട്, വ്യൂവേഴ്സ് വന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോ എനിക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിലുവിനെ സർപ്രൈസ് ചെയ്ത അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്ത വീഡിയോ കുറച്ച് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആണത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഇവിടെ ഒരു പ്രണയത്തിന്റെ 2-3 പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നല്ല ഒരുപാട് ആളുകൾ, കാണുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും ഒരുപാട് നഷ്ടപ്രണയങ്ങളെ ഒരുപാട് കമൻറ്റുകൾ അതിൽ കാണാം. അതുപോലെ തന്നെ പുറമേ നിന്ന് കണ്ടാലും നമുക്ക് ഒരുപാട് ആളുകൾ അത് പറയുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങും. നമ്മൾ ഈ വീഡിയോസ് കണ്ടതിന്റെ ഒരു ഇതാണ് അവർക്ക് കാണുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട്. ശരിക്കും എൻ്റെ പേര് ഷഹീർ എന്നാണ്. ഇവള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവളാണ് ഫസ്റ്റ് ഷെയ്ഖാന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഷെയ്ഖ് ഇപ്പൊ കാണുന്ന എല്ലാരും എന്നെക്കാളും ഏജുള്ള ആളുകൾ വരെ ഷെയ്ഖാന്നാണ് വിളിക്കുന്നത്. എല്ലാരും ഷെയ്ഖാന്നാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സന്തോഷം കൂടിയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ എന്ന് പറയുന്നത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഫിനു കാണിച്ചു വെച്ചാൽ നമ്മളെ ഉർവശി ചേച്ചിയുടെയും അതുപോലെ മോൺസൺ ബാവുകളുടെയും ഒക്കെ സംഭവങ്ങൾ വെച്ചിട്ട്. അപ്പം ഫസ്റ്റ് ഇത് കണ്ട സമയത്ത് എന്തായിരുന്നു അത് സത്യത്തിൽ ഇതിന്റെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം
ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവള് നിക്കാഹ് നമ്മൾ യൂഷ്വലി ആക്ടേഴ്സിന്റെ കാര്യങ്ങൾ വെക്കും, അതുപോലെ തന്നെ നമ്മളുടെ സ്കൂൾ ടൈമിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കും. അതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ ആദ്യമായിട്ട് കഴിച്ച ഇംബ്ലി കഴിച്ച അത് സത്യമാണ്. അതുപോലെ സിസ്റ്ററിന്റെ കുട്ടിക്ക് കൊടുത്തേക്കുന്ന വള, ഇതിപ്പോ കഴിഞ്ഞ ഞങ്ങള് ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് തോന്നിയിട്ടുണ്ടോ? സത്യം ഈ ബേപ്പൂർ ഫെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ഒരാഴ്ചയിലായിട്ടുള്ളൂ. അന്ന് എന്റെ ഫ്രണ്ട് ഉണ്ട്, ആ വീഡിയോയിൽ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിന്റെ ഒരു മോനുണ്ട് ചെറുതൊരു, എത്ര വയസ്സുണ്ടാവും ഫിനു? വയസ്സായില്ല. അപ്പൊ ആ കുട്ടിക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുമല്ലോ, അത് തുടച്ച ഒരു ടിഷ്യൂ ഉണ്ട്, അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് പിടിച്ചിട്ട് ഇത് ആ കുട്ടീന്റെ ആണ്, ഓർമ്മക്കാണെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചു. അത് വെച്ചിട്ടുണ്ട്. ഇമിലിന്റെ സത്യമാണ് അതുപോലെ. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ എല്ലാ ആളുകളും ബർത്ത്ഡേ എല്ലാം ഓർമ്മ ഉണ്ടാവും, എന്റേത് ഓർമ്മ ഉണ്ടാവില്ല. എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഈ മനുഷ്യർ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവം, പക്ഷെ എന്നാലും ഓർക്കണ്ടേ, മൈൻഡിലേക്ക് വരൂല. മറ്റേതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ. ഇത് ഇംലിൻ്റെത് അതൊക്കെ കറക്റ്റ് സത്യമാണ്. നിക്കാഹിന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനത്തെ ഒരാളാണോ, അത് ഞാൻ ഇതെന്താണ്, അതാ ഞാൻ ചോദിച്ചത് ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ പറഞ്ഞ ബാക്കി? ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റാ, ഇങ്ങനത്തെ പോണ ആള് വയനാട് പോണ ആള് പിടിച്ച് ഒന്നിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലാണ് നമ്മളെ ക്യാരക്ടർ. അത്രക്കും ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും അടിപൊളിയായിട്ട് പോകുന്നു. ദാമ്പത്യ ജീവിതം എന്തായാലും വിജയകരമായി 10ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പം നിങ്ങളുടെ പ്രാങ്ക് വീഡിയോസിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് വഴക്കുണ്ടാക്കുന്നത്. റിയൽ ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? റിയൽ ആയിട്ട് ഉണ്ടാവലുണ്ട്, സ്വാഭാവികമായിട്ടും എല്ലാ കപ്പിൾസും അങ്ങനെ തന്നെയല്ലേ. മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് ദിവസം നല്ല ഒരു ദിവസം നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഞാൻ പോവാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അപ്പം ഞാനും ബൈക്ക് എടുത്തിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ബൈക്ക് എടുത്ത് പോയി കയറുന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ് തിരിയുമ്പോഴേക്ക് വണ്ടിൻ്റെ മുകളിലുണ്ടാണ്. അങ്ങനെ വേറെ അങ്ങനെ ഒന്നുമില്ല അല്ലേ. തെറ്റി നിക്കലില്ല. ഇങ്ങനെ ചില കച്ചറ ഉണ്ടായാലും തന്നെ ചെറിയ ഞാനേ മിണ്ടാതെ പണങ്ങി നിക്കുള്ളൂ. ഞാൻ മിണ്ടണ വരെ കച്ചറ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് അത് നന്നാവും. റെഡിയാക്കൂ. അല്ലാതെ തെറ്റി 2 ദിവസം നിക്കുക അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടെ, ഈ വീഡിയോയിൽ കാണുന്നത് തന്നെയാണോ യഥാർത്ഥ ഫിൻഷയും ഷഹീറും? 70% അങ്ങനെ തന്നെയാണ്. ആണ്, ഒരു 70% അങ്ങനെ തന്നെയാണ്. ഓക്കെ, എന്തായാലും അടിപൊളി കണ്ടന്റ് ഒക്കെ വ്യൂവേഴ്സിന് കൊടുക്കുക, ഒരുപാട് റീച്ച് ഉണ്ടാവട്ടെ. നിങ്ങൾ ഫസ്റ്റ് പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് നിങ്ങളുടെ സന്തോഷം, മകന്റെ സന്തോഷമൊക്കെ കണ്ടതാണ് വീഡിയോയിൽ. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം നിങ്ങൾ അതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് വാല്യൂബിൾ ആണ് അത്. ഇനിയും ഒരുപാട് പ്ലേ ബട്ടൺസ് കിട്ടട്ടെ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ, വലിയ വിജയം ഈ ചാനലിലൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, കൈ വിടൂലട്ടോ. യെസ്, താങ്ക് യു.